അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നലെ നാം പറഞ്ഞത് അയൽപക്ക ബന്ധത്തെ സംബന്ധിച്ചാണ്. അയൽപക്ക ബന്ധം വളരെ അധികം മഹത്തായ ഒരു ബന്ധമാണ്. അയൽവാസികൾ നമുക്ക് ഏത് സമയത്തും സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്നവരാണ്. ആ അയൽവാസികളെ സംബന്ധിച്ചാണ് ഇന്നലെ നാം പറഞ്ഞത്. ഒരിക്കൽ മുആവിയത്ത് ബിൻ ഹൈദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ലയോ നബിയെ, എനിക്ക് എൻ്റെ അയൽവാസിയോടുള്ള ബാധ്യത എന്താണെന്ന് പറഞ്ഞു തരാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരമായി കൊടുത്ത ഓരോ വാക്കുകളും നാം കൃത്യമായി ഒന്ന് മനസ്സിലാക്കണം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പരിപൂർണമായി ഒന്ന് കാണുക. കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കഴിയുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട മുആവിയത്ത് ബിൻ ഹൈദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഒന്നാമത് പറഞ്ഞത്, അവൻ രോഗിയായാൽ നീ സന്ദർശിക്കണം. അവനിക്കൊരു രോഗം വന്നാൽ നീ അവനെ പോയി സന്ദർശിക്കുക. അവനിക്ക് വേണ്ടി മന്ത്രിച്ചു കൊടുക്കുക. അവനിക്ക് വേണ്ടി ദുആ ചെയ്യുക. അവനെ ആശ്വസിപ്പിക്കുക. ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആ സമയത്ത് ചെയ്യണം. പിന്നെ നബി തങ്ങൾ പറയുന്നത്, അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പരിപാലന കർമ്മങ്ങളിൽ നീ സംബന്ധിക്കുക. മരിച്ചാൽ അവൻ്റെ എല്ലാ കാര്യങ്ങളിലും നീ ഉണ്ടാകണം. നീ അയൽവാസിയാണ്, അതിന് എല്ലാ കാര്യങ്ങളിലും നീ ഉണ്ടാവുകയും ചെയ്യുക. അവൻ നിന്നോട് കടം ചോദിച്ചാൽ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നീ അവനിക്ക് കൊടുക്കുക. കടം ചോദിച്ചാൽ അവനിക്ക് നീ അത് നൽകണം എന്ന് പറഞ്ഞാൽ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നീ അത് കൊടുക്കണം. അവനിക്കൊരു വസ്ത്രമില്ലാതായി പോയാൽ നീ അവനിക്ക് വസ്ത്രം നൽകണം. അവൻ നിന്നോട് വല്ല സഹായവും ചോദിച്ചാൽ അവനെ നീ സഹായിക്കണം. നിനക്ക് കഴിയുന്ന സഹായങ്ങളൊക്കെ അവനിക്ക് നീ ചെയ്തു കൊടുക്കണം. അവൻ ദരിദ്രനായി പോയാൽ അവനിക്ക് വേണ്ടുന്ന നല്ല കാര്യങ്ങൾ നീ ചെയ്തു കൊടുക്കുകയും അവനിക്ക് വലിയ ദുഃഖം വരുമ്പോൾ ആ ദുഃഖത്തിൽ അവനെ ആശ്വസിപ്പിക്കുകയും അവനിക്ക് നല്ല നിഅമത്തുകൾ വരുമ്പോൾ ആ നിഅമത്തിൽ അവനെ അനുമോദിക്കുകയും ചെയ്യുക. അവനിക്കൊരു അനുഗ്രഹം കിട്ടുമ്പോൾ അതിൽ അസൂയപ്പെടാതെ അവനെ നീ അനുമോദിക്കുക. അവൻ്റെ സന്തോഷത്തിൽ നീ പങ്കാളിയാവുക. അവൻ്റെ ദുഃഖത്തിൽ നീ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ്റെ കൂടെ നിൽക്കുക. ഇതൊക്കെ അയൽവാസിയോട് നീ ചെയ്യണം. അതുമാത്രമല്ല, നിൻ്റെ സ്ഥലത്ത് തന്നെ നീ മറ്റൊരു ബിൽഡിങ് കെട്ടുകയാണ്, നീളമുള്ളൊരു ബിൽഡിങ് കെട്ടുകയാണ്. ആ ബിൽഡിങ് കെട്ടുമ്പോൾ നിൻ്റെ അയൽവാസിക്ക് കിട്ടിക്കൊണ്ടിരുന്ന കാറ്റ് നഷ്ടപ്പെട്ടു പോകും എന്ന് ബോധ്യപ്പെട്ടാൽ നീ അത് കെട്ടരുത്. നിൻ്റെ കാരണത്താൽ നിൻ്റെ അയൽവാസിക്ക് കിട്ടുന്ന കാറ്റ് പോലും തടയാൻ നീ നിൽക്കരുത്. അതാണ് അയൽപക്ക ബന്ധം. ഇനിയോ, നീ അങ്ങാടിയിൽ പോയിട്ട് മാംസം വാങ്ങിക്കൊണ്ടുവന്നു. നിൻ്റെ വീട്ടിലെ അടുക്കളയിൽ നീ അത് പാകം ചെയ്യുമ്പോൾ
ആ പാകം ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന വാസന കൊണ്ട് പോലും നീ നിൻ്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കരുത്. എന്ന് പറഞ്ഞാൽ നിൻ്റെ വീട്ടിൽ നീ പാകം ചെയ്ത ആ മാംസക്കറിയിൽ നിന്നൊരൽപ്പം നിൻ്റെ അയൽവാസിക്ക് നീ എത്തിച്ചു കൊടുക്കണം. ഇനി നീ ടൗണിൽ നിന്ന് ഒരു ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് വന്നു, ആ വാങ്ങി വന്ന സാധനം നീ നിൻ്റെ അയൽവാസിക്ക് ഹദിയ ചെയ്യണം. അവിടെ നീ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിൻ്റെ അയൽവാസി അമുസ്ലിമാവട്ടെ മുസ്ലിമാവട്ടെ ഏത് ആളാണെങ്കിലും അയൽവാസിയാണോ അവനിക്ക് നീ അത് കൊടുക്കണം. ഇനി നീ അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിലോ നിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന ഫ്രൂട്ട്സുകൾ നിൻ്റെ വീട്ടിലെ കുട്ടി നീ പൈസ കൊടുത്തു കൊണ്ടുവന്ന ഫ്രൂട്ട്സ് നിൻ്റെ വീട്ടിൻ്റെ ഉമ്മറത്ത് പോയി അഥവാ പുറത്ത് പോയി ഇരുന്നു കൊണ്ട് ഭക്ഷിക്കുന്ന സമ്പ്രദായം ഉണ്ടാകരുത്. കാരണം നിൻ്റെ വീട്ടിലെ കുട്ടി അത് തിന്നുമ്പോൾ തൻ്റെ അയൽവക്കത്തുള്ള ആ വീട്ടിലെ ചെറിയ കുട്ടി അത് കാണുന്നുണ്ട്, ആ കുട്ടിക്കതൊരു പ്രയാസമായി പോകും. അതുകൊണ്ട് അതുണ്ടാകാൻ പാടില്ല. ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയം നോക്കുക. എന്താണ് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? നമ്മുടെ വീട്ടിൽ സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാക്കി കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഫ്രൂട്ട്സുകൾ കൊണ്ടുവന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ അയൽവാസി ഒരുപക്ഷെ പട്ടിണിയായിരിക്കാം. അപ്പോൾ പറയും ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നത്. അതൊക്കെ നാം ചിന്തിക്കുന്നത് മാത്രമാണ്. ചില വീടുകൾ വലിയ വലിയ വീടുകളുണ്ട്, പക്ഷേ ആ വീട്ടിലുള്ള ഗൃഹനാഥനിക്കൊരു പക്ഷേ സുഖമില്ലാതെ കിടപ്പിലായിരിക്കാം. അല്ലെങ്കിൽ ആ ഗൃഹനാഥനിക്കുള്ള ജോലിയിൽ ഒരുപക്ഷെ ശമ്പളം കുറവ്, അല്ലെങ്കിൽ ഒരു ജോലിയിലൊരു കയറ്റമില്ല, അല്ലെങ്കിൽ ജോലിയില്ല, ആ നിലക്ക് കഷ്ടപ്പെടുന്ന ആളായിരിക്കാം. പക്ഷേ അവർ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഞങ്ങൾക്കെന്തോ ഇല്ല എന്നവർ പറയൂല. അതുകൊണ്ട് തന്നെ അവരെ കണ്ടറിഞ്ഞുകൊണ്ട് നാം കൊണ്ടുപോയി സഹായിക്കണം എന്നാണ് ഈ പറഞ്ഞത്. നാം കൊടുക്കുന്ന ആ ഒരു ചെറിയ സാധനമാണെങ്കിലും അതിൽ ആ അയൽവാസിക്ക് വലിയ സന്തോഷമുണ്ടാകും. ആ സന്തോഷം അല്ലാഹു തആല നമുക്ക് വലിയ സന്തോഷം നൽകും എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. അപ്പം നമ്മുടെ അയൽവാസിയെ നാം അങ്ങേയറ്റം സ്നേഹിക്കണം. അങ്ങേയറ്റം അവർക്ക് വേണ്ടുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുഭാഗത്തും ഏകദേശം 160ഓളം വീടുകൾ, അഥവാ 40 പടിഞ്ഞാറ്, 40 തെക്ക്, 40 വടക്ക്, 40 കിഴക്ക്, ഇങ്ങനെ 160ഓളം വീടുകൾ അയൽവാസികളാണെങ്കിലും നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ വീട്ടിന് ചുറ്റുഭാഗത്തുള്ള നമ്മുടെ അയൽവാസികൾ, അവരെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചാൽ വലിയ ദ്രോഹമാണത്, വലിയ ദ്രോഹമാണ്. അത് കാരണം മതി നമുക്ക് നരകത്തിലേക്ക് പോകാൻ. ഒരിക്കൽ ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞാൻ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവിടുത്തോട് ചോദിക്കുകയാണ്. എല്ലാ നിസ്കാരങ്ങളും കൃത്യമായി നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, സദഖ ചെയ്യുന്ന നല്ല സ്വാലിഹത്തായ ഒരു സ്ത്രീയുണ്ട്. അവൾ തൻ്റെ അയൽവാസിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. അവളുടെ നാവ് കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു, ഉപദ്രവിക്കുന്നു. ആ സ്ത്രീയുടെ അവസ്ഥ എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹിയ ഫിന്നാർ, അവൾ നരകത്തിൽ പ്രവേശിച്ചു എന്നു. എന്നാൽ അതേ ആൾ തന്നെ നബി തങ്ങളോട് ചോദിക്കുന്നു, മറ്റൊരു സ്ത്രീയുണ്ട് നബിയെ, അയൽവാസിയോട് വല്ലാത്ത ബഹുമാനവും സ്നേഹവും അയൽവാസിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന, അവരുടെ പ്രയാസത്തിൽ അവരോടൊപ്പം നിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട്. പക്ഷേ നിസ്കാരവും ദാനധർമ്മങ്ങളും നോമ്പുമൊക്കെ കുറഞ്ഞ രൂപത്തിലേ ഉള്ളൂ. ആ സ്ത്രീയുടെ അവസ്ഥ എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയൽപക്ക ബന്ധം അത് വളരെ അധികം സുദൃഢമാണ്, വളരെ അധികം മഹത്വമുള്ളതാണ്. ആ ബന്ധം നിലനിർത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.
അയൽവാസികൾ തൻ്റെ കാരണത്താൽ ഒരു ബുദ്ധിമുട്ടും അവർക്ക് വരുന്ന രൂപത്തിൽ നമ്മിൽ നിന്ന് ഉണ്ടാവാതിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അയൽവാസ സ്നേഹത്തോടുകൂടി നമുക്ക് ജീവിച്ച് മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കും അവർക്കും നൽകുമാറാവട്ടെ. നമ്മുടെ ഈ വീഡിയോ കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.